ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉയർന്നു വരുന്നു. അതിനിടയിൽ ഇപ്പോൾ PMA സലാം നടത്തിയ ചില പ്രസ്താവനകൾ, അത് ഇപ്പോൾ സമസ്തയിൽ നിന്ന് പറയുന്ന SYSൻ്റെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോം സലഫിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. എന്താണ് അതിന് കൊടുക്കാനുള്ള മറുപടി? തീർച്ചയായും അതൊരു വസ്തുതാവിരുദ്ധമായൊരു ആക്ഷേപവും ആരോപണമാണ് എന്നാണ് ഞാൻ ഒറ്റവാക്കിൽ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഏറ്റവും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് രൂപീകരിക്കപ്പെടുന്നതും അത് മുന്നോട്ട് പോകുന്നതും കേരളത്തിലെ നവോത്ഥാന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഈ സമകാലികമായ ഈ വിഷയം PMA സലാം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് കൃത്യമായി വിശദീകരിച്ചു. അതൊരിക്കലും അത്തരത്തിലുള്ളൊരു മതപരമായ നേതാവിനെ സംബന്ധിച്ചോ നിലപാടുകളെക്കുറിച്ചോ ആയിരുന്നില്ല എന്നുള്ളത്. മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് അത് പറയും, ഞങ്ങളത് ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് PMA സലാം സാഹിബ് പറയുകയും ചെയ്തതോടുകൂടി ആ വിഷയത്തിന് പിന്നെ പ്രസക്തിയില്ലാതായി. സമസ്തക്കിടയിലുണ്ടായി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വിഷയം മാത്രമായിട്ടാണ് ഞങ്ങളതിനെ പരിഗണിക്കുന്നതും മനസ്സിലാക്കുന്നതും. നിങ്ങളൊരു കാര്യം പറഞ്ഞു, സൗഹാർദ്ദം, സമുദായത്തിനിടയിലെ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയാണ് KNM കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുള്ളത്. ആ സൗഹാർദ്ദം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തെ നോക്കിക്കാണുന്നത് മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു വലിയ വിജയമായിട്ടാണ്, മതേതര വിശ്വാസികളുടെ വിജയമായിട്ടാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. അതിൽ ഒരു ആശ്വാസകരമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി എന്നത് ഖേദകരമാണ്, തികച്ചും ഖേദകരമാണ്. സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും അത്തരത്തിലൊരു നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിലുള്ളത്. കേരളത്തിലെ മുസ്ലിം സമൂഹം വൈകാരികമായി വിവേകമില്ലാതെ പ്രതികരിക്കുന്നവരാണ് എന്ന ഒരു നിലപാട് CPM നേതൃത്വം തിരുത്തണമെന്നാണ്, ഇടതുപക്ഷം തിരുത്തണമെന്നാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സൗഹാർദ്ദം, സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനങ്ങൾ എക്കാലവും നിന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ പത്രപരസ്യമടക്കമുള്ള വിഷയങ്ങളിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജിവേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.